നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരത്തിൻ്റെ 2-3 ദിവസം മുന്നേ ഉണ്ടായ ദുരന്തത്തിൽ നിന്ന് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ അപകടത്തെ തുടർന്ന് 10-30 പേരോളം മരിച്ചു. ആ ഒരു അതുണ്ടാക്കിയ സങ്കടത്തിൽ നിന്ന് അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്ന് സാംസ്കാരിക കേരളം ഇനിയും മോചിതരായിട്ടില്ല. അപ്പോൾ നാം എല്ലാവരും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ വെടിക്കെട്ട് നിർമ്മാണശാലയിലും പൂര പരിസരങ്ങളിലുമെല്ലാം തന്നെ ഉണ്ടോ എന്നുള്ളത് അധികൃതർ ഉറപ്പുവരുത്തണം എന്നൊക്കെ ഘോരഘോര പ്രസംഗിച്ചു. വീണ്ടും ഇന്ന് അങ്കമാലി കിടങ്ങൂർ എന്ന ഒരു സ്ഥലത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനയെ എഴുന്നള്ളിപ്പിച്ച് തൊഴാൻ കൊണ്ടുവന്നതാണ്. ആ ആന മതമിളകി കാറ് കുത്തി മറിച്ചിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ ടി വിയിലൂടെയൊക്കെ കണ്ടു. അതിൽ 1-2 ആൾക്കാർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. അവസാനം 2 മണിക്കൂറോളം ആനക്ക് പരിഭ്രാന്തി സൃഷ്ടിച്ചതിന് ശേഷമാണ് ആനയെ മയക്ക് വെടിക്കായിട്ടൊക്കെ ആൾക്കാർ അതിൻ്റെ സന്നാഹങ്ങളൊക്കെ വന്ന് ആനയെ മയക്ക് വെടി വെച്ച് തളർത്താൻ ശ്രമിക്കുന്നതിന്. അതിനിടയിൽ ആന ഉണ്ടാക്കിയ നഷ്ടങ്ങൾ വളരെ വലുതാണ്. മനുഷ്യജീവൻ 2 പൊലിഞ്ഞു. ഒരു ഡ്രൈവർ ആന ചവിട്ടിക്കൊല്ലുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1-2 മരണങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് അത്യന്തം ദൗർഭാഗ്യകരവും ഖേദകരവുമാണ്. അത് ആവർത്തിക്കപ്പെടുകയാണ്. അത് നമ്മളിലൊക്കെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആനയും മനുഷ്യരുമായിട്ടുള്ള സംഘർഷം വനനശീകരണത്തിലൂടെ തന്നെ ഇപ്പോൾ ആനയൊക്കെ കാടിറങ്ങി വന്ന് വീട് കയറി വയനാടൊക്കെ ആൾക്കാരെ കൊല്ലുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആനയും മനുഷ്യരുമായിട്ടുള്ള സംഘർഷം ഏറി വരികയാണ് ദിനം ചെല്ലും തോറും. ഈ വിശ്രമമില്ലായ്മയുണ്ടാവും ഈ ഉത്സവകാലമാകുമ്പോൾ. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ശബ്ദവും അതുപോലെ തന്നെ ഈ വെളിച്ചം, ശബ്ദം ഒക്കെ തന്നെ മറ്റു തരത്തിലുള്ള പ്രകോപനങ്ങളെല്ലാം തന്നെ ആനയെ ഇങ്ങനെ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ പരിസരങ്ങളിലെല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്വമാണ്. ഹൈക്കോടതിയും ഇതുമായി ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ കൃത്യമായ മാർഗരേഖകൾ ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം വീഴ്ച നടക്കുന്നുണ്ട്. അത് കൃത്യമായ മോണിറ്ററിംഗ് ഒന്നും നടക്കുന്നുമില്ല. ഹൈക്കോടതി മാർഗരേഖകളെല്ലാം തന്നെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ ഉത്സവ സീസണിൽ ആനയെ എഴുന്നള്ളിക്കുകയും ഭയങ്കര അമിതമായ ചൂടുണ്ടല്ലോ, ആ ചൂടൊക്കെ അവർക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം ചൂടിൽ വന്യതയുടെ സ്വസ്ഥതയിൽ വിഹരിക്കേണ്ട ഈ ജീവികളെ ഈ ബഹളത്തിലും ഈ മേളത്തിൻ്റെ ഇടയിലും ബഹളത്തിൻ്റെ ഇടയിലും ഈ ചൂടിൻ്റെ ഇടയിലും ഇങ്ങനെ വിശ്രമമില്ലാതെ ഇങ്ങനെ നിർത്തി എഴുന്നള്ളിപ്പിക്കുന്നത് ഒരു അവരുടെ ജീവിതത്തിലേക്കുള്ളൊരു എൻക്രോച്ച്മെൻറ്റ് തന്നെയാണ്, ഒരു ട്രെസ്പാസിംഗ് ആണ്. അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. നമുക്ക് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് വേണ്ടത്. അവരുടെ സ്പേസ്, മൃഗങ്ങൾക്ക് മൃഗങ്ങളുടെ സ്പേസ്, മനുഷ്യർക്ക് മനുഷ്യരുടെ സ്പേസ് വേണം, റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതില്ലാതെ നമ്മുടെ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട് ചൂടിൽ നിർത്തി മിണ്ടാപ്രാണികളെ ബഹളം വെച്ചും വിശ്രമം കൊടുക്കാതെ പണിയെടുപ്പിച്ചും ഒച്ച വെച്ചും ഒക്കെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തൊരു സംഗതി തന്നെയാണ്. പൂരപ്രേമികളാണത്രേ. എന്തും ഒരു ജീവി, നമ്മളെപ്പോലുള്ളൊരു ജീവിയുടെ വിഷമം മനസ്സിലാക്കാത്തവരാണോ പൂരപ്രേമികൾ? അവരെ കൊണ്ട് ഈ വെയിലത്ത് നിർത്തി, അവരെ കൊണ്ട് മണിക്കൂറുകളോളം ഈ ബഹളത്തിലും ചൂടിലും നിർത്തി വിശ്രമം കൊടുക്കാതെ പണിയെടുപ്പിക്കുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ? എന്താണ് ഈ അധികാരികൾ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നത്? അപ്പോൾ ഈ ഒരു വോട്ട് രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. ഹൈക്കോടതി വിധിയാണെങ്കിലും
മറ്റ് വിധികളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യുന്നത്. ഇനി ഉദ്യോഗസ്ഥർ അവരുടെ പണിയെടുക്കാൻ തന്നെ തയ്യാറായാൽ തന്നെ, കാരണം ആളുകളുടെ ജീവിതം സുരക്ഷാ സജ്ജീകരണങ്ങളിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ജോലിയൊക്കെ പോകും. അപ്പോൾ അവർ കുറച്ചും കൂടിയൊക്കെ ജാഗ്രത പുലർത്തി അത് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെ ഈ രാഷ്ട്രീയക്കാർ അവിടെ അൺനെസസറി ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ ഉണ്ടാവും, അതിൽ കൈ കടത്തും. അപ്പോൾ അവർക്ക് വോട്ട് ലാക്കാക്കി എന്ത് വൃത്തികേടുകൾക്കും കൂട്ടി നിൽക്കുക എന്നൊരു സംഗതി വന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ ജീവിതം, അവരുടെ ആശ്രിതരുടെ ജീവിതം, അവരുടെ മക്കളുടെ ജീവിതം, അവരൊക്കെ അനാഥരാവുകയാണ് ഉണ്ടാവുന്നത്. വേണ്ട രീതിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലെ സംരക്ഷണം ഒരുക്കാൻ ആളില്ലാണ്ടാവുന്നു, അവർക്ക് ഗൈഡൻസിന് ആളില്ലാതാവുന്നു, അവരുടെ സ്വപ്നം തന്നെ പൊലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഉത്തരവാദിത്വം ഭരണകൂടത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും മനുഷ്യരുടെ ജീവൻ്റെ കാര്യത്തിൽ ഇല്ല എന്ന് പറയുന്നത് ഒട്ടും അപരിഷ്കൃതമായൊരു രീതിയാണ്. മനുഷ്യ ജീവനേക്കാൾ വലുതാണോ പൂരപ്രേമികളുടെ ആനന്ദവും സന്തോഷവും? അതെന്താ പൂരപ്രേമികൾ മനസ്സിലാക്കാത്തത്? ശ്രീനാരായണ ഗുരു ഒരു നൂറ്റാണ്ട് മുന്നേ തന്നെ എത്രയോ വലിയ ക്രാന്തദർശിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്നുള്ളത്. ഇത് രണ്ടും വേണ്ട, അത് മനുഷ്യ സമൂഹത്തിന് ദോഷമുണ്ടാക്കുള്ളൂ എന്ന് പറയുന്നത്. ഒരു ഫ്രെൻസീഡ് മൂഡിലൊരു വന്യമായിട്ടുള്ളൊരു തരം ആഘോഷം, ഒരു ചണ്ടമേളും പഞ്ചവാദ്യം ഒക്കെ അതൊരു ക്ലാസിക്കൽ ആർട്ട് ഫോമാണെന്ന രീതിയിൽ നമുക്ക് സഹിക്കാം. ഭഗവാനെ ആനപ്പുറത്ത് തന്നെ എഴുന്നള്ളിക്കണമെന്നും അല്ലെങ്കിൽ ആനപ്പുറത്തങ്ങളെ നിരനിരത്തിയായിട്ട് എഴുന്നള്ളിക്കണമെന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത്തരം ഇപ്പം ആചാരങ്ങളൊക്കെ നമുക്കും ഈ മനുഷ്യ ജീവിതത്തിനെ മനുഷ്യൻ്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന, മനുഷ്യ ജീവിതത്തിന് ദോഷം വരുന്ന എല്ലാ ആചാരങ്ങളും നമുക്ക് മാറ്റിമറിക്കേണ്ട സമയം കഴിഞ്ഞു. മുൻ മന്ത്രി റവന്യൂ മന്ത്രി വി.എസ്. സുനിൽകുമാർ പറയുന്നത് കേട്ടു, വെടിക്കെട്ടാചാരമൊന്നും അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല. ആരാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ജനങ്ങളുടെ ജീവനാണ് വലുതാവും. ഇദ്ദേഹത്തിൻ്റെ ഈ ആകെക്കൂടി തൃശ്ശൂർ പൂരം തുടങ്ങിയിട്ട് ആ കൂടി 100 വർഷമായിട്ടുള്ളൂ. അതൊരു മതമൈത്രി ലക്ഷ്യം വെച്ചുകൊണ്ടും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ശക്തൻ തമ്പുരാൻ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. അവിടെ വന്ന് മനുഷ്യന് ദോഷം വരുന്നു. അന്ന് അത്രയ്ക്കധികം ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. മനുഷ്യന് ദോഷം വരുന്നൊരു സംഗതി. ആ കാലഘട്ടത്തിൽ ആനയും അമ്പാരിയൊക്കെ വേണമായിരുന്നു. പക്ഷെ നമ്മൾ ആനയും അമ്പാരിയൊക്കെ ഒരു ഫ്യൂഡൽ ചിഹ്നങ്ങളാണ്. ഇന്ന് കുറച്ചും കൂടിയൊക്കെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സംഗതികൾ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ആനകളൊക്കെ ഉണ്ടാക്കി വെച്ച് ഭഗവാന്റെ കോലം അതിൻ്റെ മുകളിലൊക്കെ എഴുന്നള്ളിച്ച് വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇത്രയധികം ആളുകൾ ഒരു ജനസഞ്ചയം ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഈ ആനകളെങ്ങനെ നിരത്തി നിർത്തി അവർക്ക് കൃത്യമായ ഉത്സവത്തിനെ എഴുന്നള്ളിക്കാൻ അവർ യോഗ്യരാണോ എന്നുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി അത് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് ഓരോ സമയത്ത്? അതൊന്നുമില്ല. അവർക്ക് വളരെ ക്ഷീണിതരായ ആനയായിരിക്കാം, മതപ്പാടിൻ്റെ ലക്ഷണമുള്ള ആനകളായിരിക്കാം. ഒന്നും നോക്കാതെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടങ്ങോട്ട് എഴുന്നള്ളിച്ച് നിർത്തുകയാണ്. അപ്പോൾ അത്തരം ഒരു ഫ്യൂഡൽ ഫീസ്റ്റാണത്. കണ്ണുകൾക്ക് ഇങ്ങനെ ആനന്ദം തരുന്ന ഫ്യൂഡൽ ഫീസ്റ്റാണ് മൃഗങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടുള്ളത്. അത്തരം കാര്യങ്ങൾ ഇനി നമുക്ക് വേണ്ട എന്ന് തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. ഇനി നല്ല അശോക് കുമാറിന് അടിമകളാണ്, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അടിമകളാണ്. അതിൻ്റെ പേരിൽ എതിരായിട്ട് നിന്ന് ഒപ്പിട്ട് കൊടുക്കില്ല. അനുമതി കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ ജോലിയിൽ നിന്ന് ചിലപ്പോൾ സസ്പെൻഡൊക്കെ ചെയ്യും. അപ്പോൾ വേണ്ട, ചെയ്യട്ടെ, കോടതിയിൽ പോകണം. ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ രാഷ്ട്രീയ അടിമകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അശോക് കുമാർ IAS സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയ അടിമയാവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷൻ. ഒരു കാവൽ സർക്കാർ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ കാര്യമൊന്നും അദ്ദേഹം അത് വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ അത്തരം രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കണം എന്ന് അഭിപ്രായം പറയുന്നത് എങ്ങനെ രാഷ്ട്രീയ നിഷ്പക്ഷതയാവുക? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, കൃത്യമായ നടപടികൾ ഉദ്യോഗസ്ഥർ എടുക്കുന്നത് രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കുന്നതിന് ലംഘിക്കുകയല്ല, അത് നിലപാടാണ്. എല്ലാവരുടെയും ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ, അവർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എടുക്കുന്ന നടപടികൾ എത്ര സർക്കാരിൻ്റെ ഇൻ്റർവെൻഷൻ വന്നാലും അതിൽ തന്നെ ഉറച്ചു നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
ജനങ്ങളുടെ ജീവിതമൊക്കെ ദുസ്സഹമായിരിക്കും. ഇനിയും ക്ഷേത്രോത്സവത്തെ ഈ കൊടും ചൂടിൽ ഇത്ര എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങൾ, ആളുകൾ കൂടുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ഇനി അത് ആന എഴുന്നള്ളിക്കുകയാണെങ്കിൽ അവിടെ ഡോക്ടർമാർ, വെറ്റിനറി ഡോക്ടർമാർ, അവരുടെ അതിൻ്റെ മയക്കുവടി, മറ്റെല്ലാ സന്നാഹങ്ങളും ഒരു വൈൽഡ് അനിമലിന് വേണ്ടിയിട്ട് അവർക്ക് ക്ഷീണം വരുമ്പോൾ, രോഗം വരുമ്പോൾ, കുഴഞ്ഞു വീഴുമ്പോൾ, അല്ലെങ്കിൽ മതപ്പാട് ഇളകുമ്പോൾ ഒക്കെ എന്താ ചെയ്യേണ്ടതായ എല്ലാ സന്നാഹങ്ങളും, വൈദ്യസന്നാഹങ്ങളും ഒക്കെ ഒരുക്കിയതിന് ശേഷമാണ് കൊണ്ടുവരിക. ഈ ആളുടെ ജീവനെ ആര് മറുപടി പറയും? ഒരു കാറും ഒരു സ്കൂട്ടർ കുത്തിമറിച്ചതിന് ആര് മറുപടി പറയും? സർക്കാരല്ലേ പ്രതി ഇതൊക്കെ? സർക്കാർ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ളവരല്ലേ? എന്നിട്ട് പിന്നെ പൊതുഖജനാവിന്ന് കൊന്ന ആൾക്കാർക്ക് ഈ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും വീഴ്ചയ്ക്ക് വേണ്ടി സാധാരണക്കാരെ നികുതി കൊടുക്കുന്ന, കരം കൊടുക്കുന്ന കാശെടുത്തിട്ട് ഇവർക്ക് തോന്നിയവർക്ക് ഇവരുടെ വീഴ്ച മറയ്ക്കാൻ വേണ്ടി 10 ലക്ഷം 15 ലക്ഷം വെച്ചൊക്കെ കൊടുക്കുക. ഇതെന്ത് മര്യാദയാണിത്? കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒബേ ചെയ്യണ്ടേ? അത് ഒബേ ചെയ്യാത്തത് മന്ത്രിയുടെ വീഴ്ചയല്ലേ? അത് ഒബേ ചെയ്യാത്ത ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ലേ? അവരുടെ ശമ്പളത്തിൽ നിന്നല്ലേ പിടിച്ച് ഈ ആൾക്കാർക്ക്, വിക്ടിംസിൻ്റെ ആൾക്കാർക്ക് കാശ് കൊടുക്കേണ്ടത്? അല്ലാണ്ട് പൊതു പൗരന്മാരുടെ കയ്യിലത്തെ കാശെടുത്തിട്ടാണോ കൊടുക്കേണ്ടത്? അവർ അത് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം, ഗൈഡ് ലൈൻസ് കൃത്യമായി ഫോളോ ചെയ്യും, ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതിൻ്റെ തകരാറ് അവരുടെ മാത്രം വീഴ്ചയാണ്. ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഒരു മനുഷ്യരുടെ ഒരു കുടുംബം അനാഥമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ദ്രോഹം എന്താണുള്ളത്? അത് സർക്കാർ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുള്ളൊരു വീഴ്ച തന്നെയാണ്. ഈ വൈൽഡ് അനിമലിനെ ഇങ്ങനെ പരിഭ്രാന്തി, ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ വേണ്ടി കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങളെ പിടിച്ചിങ്ങനെ ഈ മനുഷ്യർ ജനവാസ സ്ഥലങ്ങളിൽ കിടന്നിങ്ങനെ വിരക്കാൻ വിടുന്നത് ഭരണകൂടത്തിൻ്റെ വീഴ്ച തന്നെയാണ്. ഇത് സഗൗരവം എടുത്ത് ഇതിനെ സർക്കാർ കോടതി പറഞ്ഞ ഗൈഡ് ലൈൻസ് കൃത്യമായി പാലിച്ച് ഉത്സവങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് തന്നെയാണ്. അതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ അപരിഷ്കൃത സമൂഹത്തിൽ നമ്മൾ പിന്നോട്ടല്ല തിരിഞ്ഞു പോകേണ്ടത്, അതിനുള്ള ആർജവം വേണം. അല്ലാതെ വെടിക്കെട്ട് നിർത്തലാക്കാൻ അത് ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ചരിത്രം പഠിക്കട്ടെ മുൻ മന്ത്രി, ചരിത്രം VS സുനിൽകുമാർ ചരിത്രം പഠിക്കട്ടെ. അതേപോലുള്ള ആൾക്കാരൊക്കെ 100 കൊല്ലത്ത് ഒരു ആചാരമാണ്, അല്ലാണ്ട് കലാകാലങ്ങളായിട്ടുള്ള ആചാരം എന്നല്ല. അത് തന്ത്രി തന്നെ പറഞ്ഞു വെടിക്കെട്ട് ആചാരത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളത്. ആന എഴുന്നള്ളത്തും ഇനി ഒരു ആന സിംബോളിക്കായിട്ട് ഭഗവാന്റെ കോലം കെട്ടി നല്ല മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഉള്ള ഒരു ആനേനെ അവിടെ കൊണ്ടുവന്ന് എഴുന്നള്ളിപ്പിക്കട്ടെ. അല്ലാതെ ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങളുടെ ഒന്നോ രണ്ടോ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ഈ ആന എങ്ങനെ കിടന്നത്. 1 or 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ മറക്കും. അപ്പം നമ്മൾ കാലാനുസൃതമായിട്ട് എല്ലാ ദിക്കിലും എല്ലാ കാര്യങ്ങളും നവീകരിക്കപ്പെടേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.